ഇനി നമുക്ക് കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നോക്കിയാലോ. ഒന്നാമത്തേത് ഇൻട്രോവേർട്ട് ആണ് അല്ലെ. ഹായ്, ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആര്യ വിവേക്, കൈകാര്യം ചെയ്യുന്ന വിഷയം ഇംഗ്ലീഷ് ആണ്. അപ്പൊ നമുക്കൊക്കെ അറിയാം, ഇനി നമ്മുടെ മുമ്പിലേക്ക് വരാനുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം ആണ്. അപ്പോ അതിനുള്ള ഇംഗ്ലീഷിന്റെ ഒരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ കേരള PSC ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, അങ്ങനെയുള്ള കുറച്ച് PYQs, അതുപോലെ തന്നെ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കൊന്നിച്ച് പഠിച്ചു പോവാം. എക്സാമിന്റെ തൊട്ടു മുമ്പേ ഉള്ള ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഒന്നിച്ച് പഠിച്ചു പോകുന്നു. സെറ്റ് അല്ലേ? എന്നാ നമുക്ക് സെഷനിലോട്ട് പോയാലോ? ഓക്കെ, നോക്കിയടാ, എന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൂസ് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ ടു കംപ്ലീറ്റ് ദ ഫ്രേസ് ഗിവൺ ബിലോ. കളക്റ്റീവ് നൗൺ ഓരോന്നിന്റെ കൂട്ടത്തിന് പറയുന്നതാണ് കളക്റ്റീവ് നൗൺ എന്ന് നമുക്കറിയാം അല്ലെ. എ ഡാഷ് ഓഫ് സ്റ്റെയേഴ്സ്, സ്റ്റെയേഴ്സിന്റെ കൂട്ടത്തിന് എന്താ പറയുന്നതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഞാനൊരു മിനിമം സ്പീഡിൽ പോവും, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണാം. നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ മാക്സിമം നോളജ് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാനൊരു മിനിമം സ്പീഡിൽ അങ്ങനെ പോകും. നിങ്ങൾ എന്റെ കൂടെ തന്നെ വരണം. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്റ്റെയേഴ്സിന്റെ കൂട്ടത്തിന് എന്താ പറയുന്നതെന്നാ നമുക്ക് നോക്കാം. ഫ്ലൈറ്റ് എന്നാ പറയുന്നത്. സ്റ്റെയേഴ്സിന്റെ കൂട്ടത്തിന് പറയുന്നത് ഫ്ലൈറ്റ് എന്നാണ്. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ തന്ന ഓരോന്നിന്റെയും കൂട്ടത്തിന് എന്തൊക്കെയാ പറയുന്നത് നോക്കാം. സ്യൂട്ട്, നമുക്കറിയാം, നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്യൂട്ട് റൂം ഒക്കെ എടുക്കാറുണ്ട് അല്ലെ. ലിവിംഗ് ഏരിയയും ഹാളും ഒക്കെ ഉള്ള അല്ലെ, ഒന്നിലധികം കമ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു ഏരിയനെയാണ് നമ്മൾ സ്യൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ റൂമുകളുടെ കൂട്ടത്തിന് നമുക്ക് സ്യൂട്ട് എന്ന് വിളിക്കാം. ഇനി ഫ്ലീറ്റ് എന്തിന്റെ കൂട്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിപ്പിന്റെ കൂട്ടമാണ് ഫ്ലീറ്റ്. പാക്ക് വോൾസിന്റെ ചെന്നായകളുടെ കൂട്ടത്തിനാണ് നമ്മൾ പാക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കൂട്ടങ്ങളെ ഒന്ന് നോക്കി വെക്കാം. കുറച്ച് കൂട്ടങ്ങളെ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ബേർഡ്സിന്റെ കൂട്ടത്തിന് പറയുന്നത് ഫ്ലോക്ക് എന്നാണ്. ഓക്കെ, ബേർഡ്സിന്റെ കൂട്ടത്തിന് പറയുന്നത് ഫ്ലോക്ക് എന്നാണ്. അതുപോലെ തന്നെ ഷീപ്പ്, ചെമ്മരിയാടുകളുടെ കൂട്ടത്തിനും ഫ്ലോക്ക് എന്ന് പറയാറുണ്ട്. ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് നമുക്ക് പറയാം, ഫ്ലോക്ക് ഓഫ് ഷീപ്പ് നമുക്ക് പറയാം. ഓക്കെ ആണോ? ഇനി കാറ്റിൽ, കന്നുകാലികളുടെ കൂട്ടത്തിന് എന്താ പറയുന്നത്? കന്നുകാലികളുടെ കൂട്ടത്തിന് ഹേർഡ് എന്നാ പറയുന്നത്. കന്നുകാലികളുടെ കൂട്ടത്തിന് എന്താ പറയുന്നത്? ഹേർഡ്. ഇനി ഈ ഹേർഡ് കന്നുകാലികളുടെ കൂട്ടത്തിന് മാത്രമാണോ പറയുന്നത്? അല്ല, ഡീർ മാനിന്റെ കൂട്ടത്തിന്, എലിഫന്റ് ഷീപ്പിന്റെ കൂട്ടത്തിന് ഹേർഡ് എന്നും കൂടെ പറയാറുണ്ട്. നമ്മൾ ഓൾറെഡി ഫ്ലോക്കും പഠിച്ചു, ഇപ്പം ഷീപ്പിന്റെ കൂട്ടത്തിന് ഹേർഡും പഠിച്ചു. ഓക്കെ ആണോ? ഹേർഡ് ഓഫ് കാറ്റിൽ പറയാം, ഡീർ പറയാം, എലിഫന്റ് പറയാം, ഷീപ്പ് പറയാം. ഓക്കെ, ദെൻ ഔൾസിന്റെ കൂട്ടത്തിന് എന്താ പറയുന്നത്? ഔൾസിന്റെ കൂട്ടത്തിന് പാർലമെന്റ് എന്നാണ് പറയുന്നത്. ഔൾസിന്റെ കൂട്ടത്തിന് പാർലമെന്റ് എന്നാണ് പറയുന്നത്. ചിക്കന്റെ കൂട്ടത്തിന് നമ്മള് ചിക്കൻ എന്തും കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്? ബ്രെഡിന്റെ കൂടെ നമുക്ക് തൽക്കാലം ഓർത്തിരിക്കാം. പൊറോട്ടയും ചിക്കൻ കറിയും ഒന്നും ചിന്തിക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പം ബ്രൂഡ് നമുക്ക് കണക്ട് ചെയ്തൂടെ? ചിക്കൻസിന്റെ കൂട്ടത്തിന് ബ്രൂഡ്. സെറ്റ് ആണോ? കാട്സിന്റെ കൂട്ടത്തിനും ഹൗൺസ്, വേട്ടനായകൾ അല്ലെ, അതിന്റെ കൂട്ടത്തിന് നമുക്ക് പാക്ക് എന്ന് പറയാം. ഈ പാക്ക് നമ്മൾ ഓൾറെഡി വോൾസിന്റെ കൂട്ടത്തിന് പഠിച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പം കാട്സിന്റെ കൂട്ടത്തിനും ഹൗൺസിന്റെ കൂട്ടത്തിനും പാക്ക് എന്ന് നമുക്ക് പറയാം. ആൻസ്, ഉറുമ്പുകളുടെ കൂട്ടത്തിന് എന്താ പറയുന്നത്? കോളനി ഓഫ് ആൻസ് അല്ലെ, കോളനി ഓഫ് ആൻസ്. ഫിഷിന്റെ കൂട്ടത്തിന് രണ്ട് പേരുകൾ പറയും. ഒന്ന് സ്കൂളാണ്, ഒന്ന് ഷോളാണ്. അപ്പൊ നമുക്ക് ചിന്തിക്കാം, ഫിഷ്, മീന്, ഷോളൊക്കെ ഇട്ട് സ്കൂളിൽ പോകുന്നു അല്ലെ. ഷോളൊക്കെ ഇട്ട് സ്കൂളിൽ പോകുന്നത് ആരാ? ഫിഷ്. ഫിഷുകളുടെ കൂട്ടത്തിന് ഷോൾ എന്നും പറയും, സ്കൂൾ എന്നും പറയും. സെറ്റ് ആണോ? ഇനി ഡാൻസേഴ്സിന്റെ കൂട്ടത്തിന് ട്രൂപ്പ്. ഈ ട്രൂപ്പിന്റെ സ്പെല്ലിംഗ് പഠിക്കണേ. ട്രൂപ്പ്, ഡാൻസേഴ്സിന്റെ കൂട്ടത്തിന് ട്രൂപ്പ് എന്ന് പറയുന്നു. സിംഗേഴ്സിന്റെ കൂട്ടത്തിന് കൊയർ എന്ന് പറയുന്നു. പള്ളിയിലൊക്കെ കൊയർ പാടാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ. ഇനി സെയിലേഴ്സിന്റെ കൂട്ടത്തിന് ക്രൂ ഓഫ് സെയിലേഴ്സ് അല്ലെ. സ്റ്റാർസിന്റെ കൂട്ടത്തിന് ഗാലക്സി. ഈ ട്രൂപ്പ് കണ്ടോ? നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ട്രൂപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഡാൻസേഴ്സിന്റെ കൂട്ടത്തിന്. മങ്കീസിന്റെ കൂട്ടത്തിന് ഈ ട്രൂപ്പാ പറയുന്നത്, ട്രൂപ്പ് ഓഫ് മങ്കീസ്, TROOP. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നില്ല. നിങ്ങൾ വായിച്ച് കേട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു വെക്കണം. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്.
add the right to question tag to the following statement to make it a question. Okay, ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ പരീക്ഷകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാന്നിധ്യമായിരുന്നു. അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിലും ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യണം എന്ത്, ക്വസ്റ്റ്യൻ ടാഗ്. നിങ്ങൾ അതിന്റെ റൂൾസ് ഒക്കെ എടുത്തൊന്ന് റിവൈസ് ചെയ്ത് വെക്കണം. ഒരു ക്വസ്റ്റ്യൻ ടാഗിന് വേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സബ്ജക്റ്റും രണ്ടാമത് ഓക്സിലറി വെർബും മാത്രമാണ് അല്ലെ. പിന്നെ ഒറ്റൊരു കാര്യം നോക്കിയാൽ മതി, സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്, സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്. ഈ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ എങ്ങനെയാ നോക്കുക? നെഗറ്റീവ് വേർഡ്സ് ഉണ്ടെങ്കിൽ അല്ലെ. ഈ സെൽഡം, ഇവിടെ തന്നിരിക്കുന്ന സെൽഡം നെഗറ്റീവ് വേർഡ് ആണ്. അതുപോലെ ഹാർഡ്ലി, ബെയർലി, നോ, നോട്ട് അല്ലെ, നത്തിങ് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ നെഗറ്റീവ് വേർഡ്സാ. അവന്മാരൊക്കെ ഉണ്ടെങ്കിൽ സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ സബ്ജക്റ്റിനെ അറിയാം, ഷീ ആണ് അല്ലെ. ഓക്സിലറി വെർബ് കറക്റ്റ് ആയിട്ട് ഗിവൺ അല്ല. നമുക്ക് ഇവിടെ ഗോസ് എന്ന് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഗോ പ്ലസ് ഡസ് ആണെന്ന് നമുക്കറിയാം അല്ലെ. ഗോ പ്ലസ് ഡസ് ആണ് ഗോസ്. അപ്പം ഡസ് ആണ് നമ്മുടെ എന്ത്, ഓക്സിലറി വെർബ്. ഷീ ആണ് സബ്ജക്റ്റ്. സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവും ആണ്. അപ്പം ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഡസ് ഷീ അല്ലെ. നോക്കൂ, ആൻസർ എന്ത് കിട്ടി? ഡസ് ഷീ, ഡസ് ഷീ. ഓക്കെ, ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഓക്സിലറി വെർബ് ഗിവൺ ആയിരിക്കും. അപ്പൊ അതെന്നെ കൺസിഡർ ചെയ്താൽ മതി. ഓക്സിലറി വെർബ് തരാത്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്, സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാറില്ല. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനിപ്പം സിംഗ് എന്ന് പറയുന്ന വേർബ് അല്ലെ, പ്രസന്റിൽ രണ്ട് രൂപങ്ങൾ, സിംഗ്, സിങ്സ്. പാസ്റ്റില് സാങ് അല്ലെ. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോ എങ്ങനെ പറയും? സിംഗ്, സിംഗിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിംഗ് പ്ലസ് ഡു ആണ്. സിങ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിംഗ് പ്ലസ് ഡസ് ആണ്. അഗെയിൻ സാങ്ങിനെ സ്പ്ലിറ്റ് ചെയ്താല് സിംഗ് പ്ലസ് ഡിഡ് ആണ്. അപ്പൊ സാങ് വന്നാൽ അതിൽ നിന്ന് നമ്മൾ പുറത്തെടുക്കേണ്ട ഓക്സിലറി എന്ന് പറയുന്നത് ഡിഡ് ആണ്. സെറ്റാണോ? ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കടാ. രോഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് ലേണിംഗ് ന്യൂ ലാംഗ്വേജസ്. ഇന്ററസ്റ്റഡിന്റെ കൂടെ ഏത് പ്രിപ്പൊസിഷൻ ആണ് ഉപയോഗിക്കുന്നത്? ഇന്ററസ്റ്റഡിന്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പൊസിഷൻ ഏതാ? നിങ്ങൾക്ക് കിട്ടിക്കാണും, നിങ്ങൾ മനസ്സിൽ പറയാ. ആൻസർ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇന്ററസ്റ്റഡ് ഇൻ സംതിങ്? നമ്മളൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഇന്നാണ്. ഇന്ററസ്റ്റഡ് ഇൻ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ആക്റ്റീവ് ടു പാസീവ് ഫോം. ആക്റ്റീവിൽ നിന്ന് പാസീവിലോട്ട് ആക്കാനാണ്. ചൂസ് യുവർ ആൻസർ ഫ്രം ദ ഗിവൻ ഓപ്ഷൻസ്. മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ. നമുക്കത് മാറ്റുന്നതിന് മുമ്പേ ഒന്ന് പാസീവ് ഒന്ന് പഠിച്ചു വെച്ചാലോ? പാസീവ് ഒന്ന് പഠിച്ചു വെച്ചാലോ? ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇംഗ്ലീഷില് 12 ടെൻസസ് ഉണ്ട് അല്ലെ. അതില് എല്ലാത്തിനും ഒന്നും പാസീവ് ഇല്ല. കുറച്ച് ടെൻസുകൾക്കേ പാസീവ് ഉള്ളൂ. അപ്പൊ നമുക്ക് പ്രസന്റിലെ പാസീവ് ആദ്യം ഒന്ന് പഠിക്കാം. പ്രസന്റിലെ പാസീവ് നോക്കടാ. ഞാൻ സിമ്പിൾ പ്രസന്റിൽ ഒരു സെന്റൻസ് എഴുതാണ്. എന്താ സിമ്പിൾ പ്രസന്റിലെ സെന്റൻസ്? ഹി റൈറ്റ്സ് എ ലെറ്റർ. ഇതിനെങ്ങനെ മാറ്റാം പാസീവിലോട്ട്? ഒബ്ജക്റ്റ് എന്താ? എ ലെറ്റർ അല്ലെ. ഈസ് written by him. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ്, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഹി റൈറ്റ്സ് എ ലെറ്റർ. ഇനി രണ്ടാമത്തെ ടെൻസ് എന്ന് പറയുന്നത് പ്രസന്റില് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിൽ ഹീസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയാം. ഹീസ് റൈറ്റിംഗ് എ ലെറ്റർ. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ കേട്ടാൽ മതി. ഹീസ് റൈറ്റിംഗ് എ ലെറ്റർ. ആ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ് എന്താ? ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് ബീയിങ് പ്ലസ് V3 ആണ് അല്ലെ. ബീയിങ് പ്ലസ് V3. അപ്പം ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എ ലെറ്റർ, അത് സിംഗുലർ ആണ്. ഈസ് ബീയിങ് V3 റിട്ടൺ ബൈ ഹിം. ഇനി പ്രസന്റിൽ ഒരു ടെൻസും കൂടെ ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പാസീവ് ഇല്ല. അപ്പം പ്രസന്റ് പെർഫെക്റ്റിൽ നമുക്ക് എങ്ങനെ പറയാം? ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ് പ്രസന്റ് പെർഫെക്റ്റ് അല്ലെ. ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. അതിനെ എങ്ങനെയായിരുന്നു പാസീവിലോട്ട് മാറ്റുന്നത്? ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്
പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ്. ബൈ ഏജന്റിനെ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ്. അപ്പൊ എങ്ങനെ പറയാ? ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. എ ലെറ്റർ, ലെറ്റർ സിംഗുലർ അല്ലേ? ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം. എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം. നോക്കൂ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ. ഈ ടെൻസ് ഏതാ? ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ? നമ്മളിപ്പം പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോർമാറ്റ് പഠിച്ചേ നോക്ക്. പാസീവിൽ വരുമ്പോ ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 അല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലെ? ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ. ദിസ് പിക്ചർ അല്ലേ ഒബ്ജക്റ്റ്? ദിസ് പിക്ചർ, ദെൻ അത് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഹാസ് കൊടുക്കാം അല്ലെ? ഹാസ്, ഒരു ബീന് വേണ്ടേ? ബീൻ. ഇനി V3 അല്ലെ? ഡ്രോൺ ബൈ ആരാ? മൈ കസിൻ. സെറ്റ് ആണോ? അപ്പൊ ഓപ്ഷനിൽ ഏതുണ്ട്? ഇതേ ഓപ്ഷൻ സി കിടക്കുന്നുണ്ട് അല്ലെ? ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ. കിട്ടിയോ? സെറ്റ് ആണോ? ഈ ഫോർമാറ്റ് ഒന്ന് ഓർത്തിരിക്കുക. പ്രസന്റിലെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ ഒന്ന് ഓർത്തെടുത്ത് സെറ്റാക്കി വെക്കണം, മറന്നു പോവരുത്. പാസീവ് ചോദിക്കും അല്ലെ? പ്രസന്റിലെ ഫോർമാറ്റ് ഞാൻ പഠിപ്പിച്ചു തന്നു 3 എണ്ണത്തിന്റെ. പാസ്റ്റിലെ ഫോർമാറ്റ് എന്തൊക്കെയായിരുന്നു? ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പാസ്റ്റിലെ ഫോർമാറ്റ് എന്തൊക്കെയായിരുന്നു? സിമ്പിൾ പാസ്റ്റ് അല്ലെ? പ്രസന്റിൽ ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ് ആണെങ്കിൽ പാസ്റ്റില് എന്തായിരിക്കും? ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെർ പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ്. പാസ്റ്റ് കണ്ടിന്യൂസില് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് ബീങ് പ്ലസ് V3 പഠിച്ച പാസ്റ്റ് കണ്ടിന്യൂസില് വാസ് ഓർ വെർ പ്ലസ് ബീങ് പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ്. ഒബ്ജക്ട് പ്ലസ് വാസ് ഓർ വെർ പ്ലസ് ബീങ് പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ്. പാസ്റ്റ് പെർഫെക്റ്റിലോ പ്രസന്റിലെ ഹാസ് ഹാവിന് പകരം ഹാഡ് ആക്കിയാൽ മതി. ഒബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ്. ഫ്യൂച്ചർ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഫ്യൂച്ചർ നിങ്ങളെ ബുക്കിൽ നിന്ന് എടുത്ത് നോക്കുക, ഓർമ്മിച്ചു വെക്കുക, പഠിക്കുക അല്ലെ? ഫ്യൂച്ചറിൽ ഏതൊക്കെയുണ്ട്? സിമ്പിൾ ഫ്യൂച്ചറും ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റും ഉണ്ട്. ഫ്യൂച്ചർ കണ്ടിന്യൂസും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും പാസീവിൽ ഇല്ല. 2 ഫോർമാറ്റ് അത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുന്നു. സിമ്പിൾ ഫ്യൂച്ചറും ഫ്യൂച്ചർ പെർഫെക്റ്റും. അതിന്റെ ഫോർമാറ്റ് എടുത്ത് നോക്കണം, പഠിക്കണം. പാസീവ് എല്ലാ ക്വസ്റ്റ്യൻസിലും കാണുന്നുണ്ട്, നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നോക്കിക്കോ. fill up suitably. wide means the same as. wide എന്തായത്? wide എന്താ? ബ്രോഡ് ആണെന്ന് നമുക്കറിയാം അല്ലെ? വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ് ആണ്. വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ് വിത്ത് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ് ഇഫ് ദ വെദർ ഇസ് ബാഡ്. ക്യാൻസൽ എന്ന് പറയുന്ന വേർഡിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ക്യാൻസൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും കോൾ ഓഫ് ക്യാൻസൽ ആണെന്ന് നമുക്കൊക്കെ അറിയാം. നിങ്ങൾ മെയിൻസ് എഴുതാൻ പോകുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. ഇത് ജസ്റ്റ് ഒരു റിവിഷൻ ആണ്, നമുക്കൊന്ന് ഓർത്ത് റിക്കലക്ട് ചെയ്ത് പോവാം അല്ലെ? അപ്പൊ നോക്കടാ, കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ആണ്. അപ്പൊ ആൻസർ എന്ത് വരും നമുക്കറിയാം? കോൾ ഓഫ് വരും അല്ലെ? നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കാം. കോളോൺ എന്ന് പറഞ്ഞാൽ എന്താ? വിസിറ്റ് എ പേഴ്സൺ. കോളോൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ. അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് കോളറ്റും കൂടെ ഉണ്ട്. കോളറ്റ് വിസിറ്റ് എ പ്ലേസ് ആണ്. ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു സാധനം പറഞ്ഞുതരാം, അത് മാറിപ്പോവും. ഒന്ന് വിസിറ്റ് എ പേഴ്സൺ ആണ്, ഒന്ന് വിസിറ്റ് എ പ്ലേസ് ആണ് അല്ലെ? ശ്രദ്ധിച്ചോ, നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ വിസിറ്റ് ചെയ്യുമ്പോഴല്ലേ ഒന്ന് ഓണാവുക. നമ്മളിങ്ങനെ ഓഫ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിനെയൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഓണാവുന്നു. അപ്പൊ ഓണാവുക ഒരു പേഴ്സണിനെ വിസിറ്റ് ചെയ്യുമ്പോഴാണ്. കോളറ്റ് വിസിറ്റ് എ പ്ലേസ്, അത് മാറിപ്പോവരുത്. ഗോ ഓഫ്, എക്സ്പ്ലോഡ്, ബോംബൊക്കെ പറയൂലേ, പൊട്ടിത്തെറിക്കുക. ഗോ ഓൺ, കണ്ടിന്യൂ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, നിങ്ങൾ കേട്ടോണം, പഠിച്ചോണം. സെറ്റ് ആണോ? ഓക്കെ ആണോ? കോൾ ഓഫ് ക്യാൻസൽ ആണ്. കോളോണ് വിസിറ്റ് എ പേഴ്സൺ ആണ്, നമ്മൾ ഓൺ ആവ പേഴ്സണിനെ വിസിറ്റ് ചെയ്യുമ്പോഴാണ്. ഗോ ഓഫ് എക്സ്പ്ലോഡ് ആണ്. ഗോ ഓൺ കണ്ടിന്യൂ ആണ്. കോളറ്റ് വിസിറ്റ് എ പ്ലേസ് ആണ്. അടുത്ത നോക്ക്, സ്പെൽ ചെക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ്. ആർഗ്യുമെന്റിന്റെ സ്പെല്ലിംഗ് ഒന്നുമില്ല. ഈ മൂന്നാമത്തെ ആർഗ്യുമെന്റ് നോക്കുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി ആർഗ്യുമെന്റ് 1-2 തവണ എഴുതി നോക്കിയാൽ സെറ്റ് ആയിക്കോളും. നമുക്ക് എപ്പോഴും സ്പെൽ ചെക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ മൊത്തത്തിൽ ഓപ്ഷൻസിലോട്ട് നോക്കാൻ നിൽക്കരുത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിൽ നമ്മളൊന്ന് എഴുതി നോക്കുക, എന്നിട്ട് അതിനെ മാച്ച് ചെയ്ത് നോക്കുക. അങ്ങനെയേ ചെയ്യാവൂ, മൊത്തത്തിൽ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, നോക്കിക്കോ. ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. നമ്മൾ ഓൾറെഡി പാസീവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടഡ് സ്പീച്ചും എപ്പോഴും നമുക്ക് വരാറുണ്ട് അല്ലെ? ഹൗ ഡു യു ഫീൽ
ദിസ് മോർണിംഗ് ഹി ആസ്ക്ഡ് മീ, ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ടു തരം ക്വസ്റ്റ്യൻ ഉണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ട്, WH ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. യെസ് ഓർ നോ ക്വസ്റ്റ്യന്, അതായത് ഓക്സിലറി വെർബ് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇഫോ വെദറോ ആയിരിക്കും നമ്മൾ കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്നാ നമ്മള് WH ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ സെയിം ക്വസ്റ്റ്യൻ വേർഡ് WHO വെച്ച് തുടങ്ങുന്ന സെയിം ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും നമ്മുടെ കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മള് നോർമലി പാസീവില് എന്ത് ചേഞ്ച് ചെയ്യാറില്ല? ടെൻസ് ചേഞ്ച് ചെയ്യാറില്ല. എന്നാ നമ്മള് ഇതില് റിപ്പോർട്ടഡ് സ്പീച്ചില് ടെൻസ് ചേഞ്ച് ചെയ്യും അല്ലെ. സിമ്പിൾ പ്രസന്റിനെ സിമ്പിൾ പാസ്റ്റിലോട്ടാക്കും, പ്രസന്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് കണ്ടിന്യൂസിലോട്ടാക്കും, പ്രസന്റ് പെർഫെക്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റിലോട്ടാക്കും, നമ്മൾ ഇക്വാലന്റ് പാസ്റ്റിലോട്ട് മാറ്റും. അപ്പൊ നമുക്ക് ഇവിടുത്തെ ടെൻസ് നോക്കാം. ഹൗ ഡു യു ഫീൽ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡു ഫീൽ അല്ലെ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഓക്സിലറിനെയും റൂട്ട് ഫോമിനെയും സ്പ്ലിറ്റ് ചെയ്യും. ഡു ഫീൽ എന്ന് പറഞ്ഞാൽ ടെൻസ് ഏതാ? സിമ്പിൾ പ്രസന്റ് അല്ലേ, സിമ്പിൾ പ്രസന്റ് അല്ലേ. അതിന് നമ്മൾ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റണ്ടേ. അപ്പൊ എന്ത് വരും? വേർബിന്റെ ഫോം ഫെൽറ്റ് വരൂലേ, ഫെൽറ്റ് വരൂലേ. നമ്മളൊരു ക്വസ്റ്റ്യന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഓക്സിലറി വേർബിനെയും മെയിൻ വേർബിനെയും ക്വസ്റ്റ്യനിൽ സ്പ്ലിറ്റ് ചെയ്തിരിക്കുമെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനെ ഒന്നിപ്പിക്കാറില്ലേ. നമ്മളൊരു സെന്റൻസിന്റെ ഫോമിലല്ലേ അതിനെ റിപ്പോർട്ട് ചെയ്യാറ്. അപ്പൊ ആ ഡൂവിനെയും ഫീലിനെയും, ഡു ഫീൽ എന്ന് പറഞ്ഞാൽ ഫീൽ ആണ്, അതിന്റെ V2 എന്ന് പറയുന്നത് ഫെൽറ്റ് ആണ്. ഇനി ദിസ് മോർണിംഗ് ഉണ്ട്, അതെന്താവും നിങ്ങൾക്കറിയാം? ദാറ്റ് മോർണിംഗ് ആവും അല്ലെ. ദിസ് മോർണിംഗ് ദാറ്റ് മോർണിംഗ് ആവും. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഹി ആസ്ക്ഡ് മീ, ഇതാ ഈ സെയിം ക്വസ്റ്റ്യൻ വേർഡ് കൺജങ്ഷൻ. ഹൗ, ഐ എന്നോടല്ലേ ചോദിച്ചത്. ഹൗ ക്വസ്റ്റ്യൻ വേർഡ് കഴിയുന്നു, സബ്ജക്റ്റിനെ കൊടുക്കുന്നു ഐ, പിന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നു? V2 ഫെൽറ്റ് വാട്ട്? ദാറ്റ് മോർണിംഗ്. ഹൗ ഐ ഫെൽറ്റ് ദാറ്റ് മോർണിംഗ്. ഹൗ ഡു യു ഫീൽ എന്നല്ലേ ചോദിച്ചത്. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് നമ്മൾ ആരെ കൊടുക്കുന്നു? സബ്ജക്റ്റിനെ കൊടുക്കുന്നു, തിരിക്കുന്നുണ്ട് അല്ലെ. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബിനെയും മെയിൻ വെർബിനെയും കൂടെ നമ്മൾ ഒന്നിപ്പിച്ച് അതിന്റെ പാസ്റ്റ് ഫോം കൊടുക്കുന്നു. ഫെൽറ്റ് ദാറ്റ് മോർണിംഗ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ. Complete the following sentence suitably unless you study well dash. Unless you study well dash. അപ്പൊ നോക്ക്, ഈ അൺലെസ്സും ഇഫ് ക്ലോസും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഓക്കെ, അൺലെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇഫ് നോട്ട് എന്നാണ്. ആദ്യം നമുക്ക് ഇഫ് ക്ലോസ് ഒന്ന് ഓർത്തെടുക്കാം അല്ലെ. ഇഫ് ക്ലോസിന് 3 എണ്ണമാണുള്ളത്. ഒന്നാമത്തേത് ഇതാ, രണ്ടിതാ, 3 ഇതാ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. സിമ്പിൾ പ്രസന്റില് ഇഫ് യു സ്റ്റഡി വെൽ അല്ലെ. അപ്പുറത്ത് വില്ല് ഓർ ഷാല് അല്ലെങ്കിൽ ക്യാന് മേ പ്ലസ് V1 എന്നൊക്കെയാ പറയാം. അപ്പം വിൽ പാസ് കൊടുത്തിരിക്കുന്നത് അല്ലെ, വിൽ പാസ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇഫ് യു സ്റ്റഡീഡ് വെൽ V2 ആണേ. ഇവിടെ V1 ആണ്, ഇവിടെ V2 ആണ്. ഇവിടെ V2 ആവുമ്പോഴത്തേക്ക് വില്ല് മാറി വുഡ് ആയി. പക്ഷെ V1ന് വ്യത്യാസമൊന്നുമില്ല. V1 വുഡ് പ്ലസ് V1. ഓക്കെ, ഇവിടെ ഹാഡ് പ്ലസ് V3, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് വന്നു അല്ലെ. ഹാഡ് പ്ലസ് V3. അപ്പൊ അപ്പുറത്ത് എന്തായി? വുഡ് ഹാവ്. കണ്ടോ, ഈ V1 മാറി V3 ആയി അല്ലെ. വുഡ് ഹാവ് പ്ലസ് V3 ആയി. ആദ്യത്തേത് സിമ്പിൾ പ്രസന്റിലാവുമ്പോ അപ്പുറത്ത് വില്ല് ഷാല് ക്യാന് മേ ഏതെങ്കിലും ഒന്ന് പ്ലസ് V1. ആദ്യത്തെ പോർഷനിൽ രണ്ടാമത് നമ്മൾ V2 കണ്ട് അല്ലെ. അപ്പൊ അപ്പുറത്ത് വുഡ് ഷുഡ് കുഡ് ഏതെങ്കിലും ഒന്ന് പ്ലസ് V1. പിന്നെ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് പാസ്റ്റ് പെർഫെക്റ്റിൽ കണ്ട് അപ്പുറത്ത് എന്ത് വന്ന്? വുഡ് അല്ലെങ്കിൽ ഷുഡ് വാട്ട് എവർ ഇറ്റ് ഈസ് തന്നിരിക്കുന്നതിനനുസരിച്ച് പ്ലസ് ഹാവ് പ്ലസ് V3. ഓക്കെ ആണോ? 3 ഫോം. ഇതേ സാധനം ഞാൻ അൺലെസ്സിൽ കാണിച്ചു തരട്ടെ. ശ്രദ്ധിക്കണേ. അൺലെസ് വെച്ച് നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ക്ലോസിൽ അൺലെസ് ഇടാം. രണ്ടും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോ രണ്ടാമത്തെ ക്ലോസിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്, കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, അപ്പൊ നോക്ക്, യു വിൽ ഫെയിൽ അൺലെസ് യു സ്റ്റഡി വെൽ. ഇതൊന്ന് തിരിച്ചതാ നേരത്തെ സാധനം അല്ലെ. അൺലെസ് യു സ്റ്റഡി വെൽ, ഇവിടെ കണ്ടോ V1, അപ്പുറത്ത് വില്ല് പ്ലസ് V1 അല്ലെ. അപ്പുറത്ത് എന്ത് വന്ന്? വില്ല് പ്ലസ് V1. ഇങ്ങനെ നോക്കണം കേട്ടോ, തിരിച്ചു നോക്കണം. നോക്കൂ. അപ്പൊ ഇനി രണ്ടാമത്തെ നോക്കാം നമുക്ക്. ഷീ വുഡ് നോട്ട് കം അൺലെസ് യു ഇൻവൈറ്റഡ് ഹെർ. രണ്ടാമത്തെ അല്ലെ. ഇവിടെ നോക്കടാ, V2 വന്നില്ലേ. അപ്പുറത്ത് എന്തായി? വുഡ് പ്ലസ് V1. വുഡ് പ്ലസ് V1. സെറ്റ് ആണോ? ഇനി ഇവിടെ വുഡ് ഹാവ് V3. അതെവിടെയാ നമ്മൾ കണ്ടത്? ഹാഡ് പ്ലസ് V3 ഉള്ളപ്പോഴല്ലേ. അതായത് ഹാഡ് പ്ലസ് V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം? പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് വന്നപ്പോ അപ്പുറത്ത് നിങ്ങൾ നോക്ക്, നമ്മൾ നേരത്തെ പഠിച്ചതാ. വുഡ് കണ്ടോ, വുഡ് ഹാവ്
V3. ഒന്നും കൂടെ പറയാ. ആദ്യത്തേത് V1 അല്ലെ, അൺലെസ് ഉള്ള ക്ലോസിൽ V1 ആയിരിക്കുമ്പോ അപ്പുറത്ത് will or shall പ്ലസ് V1. ഇനി അൺലെസ് ഉള്ള ക്ലോസിൽ V2 ആയിരിക്കുമ്പോ ശ്രദ്ധിക്കണേ, പിന്നെ കൊണ്ടുപോകുന്ന ശ്രദ്ധിക്കണം. V2 ആയിരിക്കുമ്പോ ഇപ്പുറത്ത് ആര്, വുഡ് പ്ലസ് V1, വുഡ് പ്ലസ് V1 അല്ലെ, വുഡോ ഷുഡോ ഏതെങ്കിലും നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ച്. ഇനി ലാസ്റ്റിൽ ഹാഡ് പ്ലസ് V3, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കുമ്പോ ഇവിടെ വുഡ് അല്ലെങ്കിൽ ഷുഡ് വാട്ട് എവർ ഹാവ് V3. സെറ്റ് ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിലോട്ട് പോയിക്കൂടെ? ഇനി എന്റെ പിള്ളേര് പറയൂലേ ഉത്തരം, ഇനി ഞാൻ പറയണ്ടല്ലോ അല്ലെ. അൺലെസ് യു സ്റ്റഡി വെൽ, അൺലെസിന്റെ കൂടെ അവിടെ V1 ആണ്, അപ്പുറത്ത് വില്ല് ഷാല് ഏതെങ്കിലും ഒന്ന് പ്ലസ് V1 അല്ലേ. വേഗം പറഞ്ഞോ, യു വിൽ പാസ് പറ്റുമോ? പറ്റൂല. അൺലെസ് യു സ്റ്റഡി വെൽ എന്ന് പറഞ്ഞാൽ അൺലെസ് ഇഫ് നോട്ട് ആണ്, പഠിച്ചില്ല എങ്കിൽ. അപ്പൊ യു വിൽ പാസ് പറ്റൂല, അങ്ങനെ ചിന്തിക്കരുതേ. അപ്പൊ എന്ത് കൊടുക്കാം നമുക്ക്? യു വിൽ നോട്ട് പാസ്, യു വിൽ നോട്ട് പാസ്. ബാക്കി ഓപ്ഷനിലേക്കൊന്നും കണ്ണു പോവണ്ട. യു വിൽ നോട്ട് പാസ് ആൻസർ കൊടുത്തിരിക്കുന്നത് കണ്ടോ, യു വിൽ നോട്ട് പാസ്. അടുത്ത നോക്ക്, ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ഡാഷ് അറ്റ് ദ ക്രിറ്റിസിസം. ഓക്കെ, കുഡ് നോട്ട് ഹെൽപ്പ് യൂസേജ് ആണ്. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് എനിക്ക് എന്നെ തടയാൻ പറ്റുന്നില്ല. നോക്കാം, ഞാൻ പഠിപ്പിച്ചു തരാം, നമ്മൾ ഒന്നിച്ചു പഠിക്കും. അപ്പൊ നോക്ക്, ഈ കുഡ് നോട്ട് ഹെൽപ്പിന്റെ അർത്ഥം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെയ്യാതെ നിവൃത്തിയില്ലാതിരിക്കുക, ചെയ്യാതിരിക്കാൻ പറ്റാതാവുക അല്ലെ, തടയാൻ സാധ്യമല്ലാതെ വരിക. ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ്, ടീച്ചറിന് അത് ചെയ്യാതെ നിവൃത്തിയില്ലാതായിരിക്കുന്നു. എന്ത്? ചിരിക്കുക അല്ലെ. അപ്പൊ കുഡ് നോട്ട് ഹെൽപ്പിന് ശേഷം നമുക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം. രണ്ട് തരം ഉപയോഗമുണ്ട്. ഒന്ന് ബട്ട് പ്ലസ് V1 ആണ്. ബട്ട് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാം V1. രണ്ടാമത്തേത് V പ്ലസ് ING, അതായത് ജറണ്ട്. ഓക്കെ, ഇപ്പൊ തൽക്കാലം വേർബ് പ്ലസ് ING എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ബട്ട് പ്ലസ് V1. അപ്പൊ കുഡ് നോട്ട് ഹെൽപ്പിന് ശേഷം നമ്മൾ ബട്ട് പ്ലസ് V1 കൊടുക്കുക, അല്ലെങ്കിൽ വേർബ് പ്ലസ് ING. ഇവിടെ അതിൽ രണ്ടിൽ ഏതെങ്കിലും ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ടോ? ബട്ട് പ്ലസ് V1 ഇല്ല. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കുക? ലോഫിംഗ് ജറണ്ട് കൊടുക്കുക അല്ലെ. ടീച്ചർക്ക് ചിരിക്കാതിരിക്കാൻ നിവൃത്തി ഇല്ലാതായി പോയി. ഓക്കെ, സെറ്റ് ആണോ? മറന്നു പോകരുത്, കുഡ് നോട്ട് ഹെൽപ്പിന്റെ കൂടെ ബട്ട് പ്ലസ് V1 അല്ലെങ്കിൽ പറഞ്ഞേ വേർബ് പ്ലസ് ING അല്ലെ. ഈ കുഡ് നോട്ട് ഹെൽപ്പ് പോലെ തന്നെയാണ് കാണ്ട് ഹെൽപ്പ് കേട്ടോ. അങ്ങനെ വന്നാലും സെയിം സാധനം തന്നെയാണ്. ഈ കാണ്ട് ഹെൽപ്പ് സെയിം, ബട്ട് പ്ലസ് V1 അല്ലെങ്കിൽ വേർബ് പ്ലസ് ING ഉപയോഗിക്കാം. ഇഫ് ഐ ഹാവ് ദ മണി ഐ ഡാഷ് എ ന്യൂ ഡ്രസ് ഫോർ യു. ഇനി ഇത് ഞാൻ എടുത്ത് പറയണ്ടല്ലോ, ഇഫ് ക്ലോസ് കഴിഞ്ഞ APO ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ APOക്ക് ഒരു റിവിഷൻ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ്. അതിലും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് പോയി കാണാം. ഓക്കെ, അതിലും ഇംഗ്ലീഷിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇത് കാണാം, അതും പോയി ഒന്ന് കാണാം. ഓക്കെ, ഇഫ് ഐ ഹാവ് ദ മണി ഐ ഡാഷ് എ ന്യൂ ഡ്രസ് ഫോർ യു. ഹാവ് ദ മണി അല്ലെ. ഹാവ് ഇവിടെ മെയിൻ വേർബ് ഇല്ല. അപ്പൊ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 ആണ് പ്രസന്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അപ്പുറത്ത് നമുക്ക് വിൽ ഓർ ഷാൽ പ്ലസ് V1 അല്ലേ, വിൽ ബൈ. ഓക്കെ, മൈ മദർ ഡാഷ് ഇൻ ദിസ് ഹൗസ് ഫോർ 10 years. ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം. നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ടെൻസ് ഉണ്ട്. അതായത് പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ കാണിക്കാൻ വേണ്ടി ഞാനിപ്പോ പറയാം, ഞാൻ ഡൽഹിയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. അങ്ങനെ എനിക്ക് പറയാം, 5 വർഷമായി ഞാൻ ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുക. ഇനി ഞാൻ പറയാം, ഞാൻ 2000 മുതൽ ഡൽഹിയിൽ താമസിക്കാൻ തുടങ്ങിയതാ, ഇപ്പോഴും ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുക അല്ലെ, മുമ്പേ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു കാര്യത്തിനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ PSCക്ക് പഠിക്കുവാണ്. ഞാൻ ഏത് വർഷമാണ് നിങ്ങൾ പറയുന്നത്? 2023 പറയാം. 2023 മുതൽ ഞാൻ PSCക്ക് പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ പറയാ. ഇപ്പോഴും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെ. അടുത്ത വർഷത്തിന്റെ അവസാനത്തോടു കൂടി നമ്മൾ ആ പറച്ചിൽ നിർത്തും. നമ്മൾ എങ്ങനെ പറയും? ഞാൻ റാങ്ക് ലിസ്റ്റ് കയറി അല്ലെ, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടി, അങ്ങനെ നമുക്ക് പറയണം. ഓക്കെ, അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അതിന് ഉപയോഗിക്കുന്നതാണ്. അതിന്റെ ഫോർമാറ്റ് എന്താ? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING. സെറ്റ് ആണോ? അപ്പൊ ഞാൻ ഡൽഹിയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി എന്ന് എങ്ങനെ പറയും? ഞാനാണല്ലേ, ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഇൻ ഡൽഹി. ഇനി നമുക്ക് സിൻസും ഫോറും ഉപയോഗിക്കാം അല്ലെ. ഡ്യൂറേഷൻ കാണിക്കാൻ 4 ആണ്. ഫോർ
5 years. ഇനി 2000 മുതൽ എന്നാണെങ്കിൽ എങ്ങനെ പറയും? സിൻസ് 2000. അപ്പൊ സിൻസ് ഒരു പോയിന്റ് ഓഫ് ടൈമിന്റെ കൂടെ, ഓക്കെ, ഫോർ ഒരു ഡ്യൂറേഷന്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിൻസ് ഒരു പോയിന്റ് ഓഫ് ടൈമിന്റെ കൂടെയും ഫോർ ഒരു ഡ്യൂറേഷന്റെ കൂടെയും. 2 മാസമായി, ഫോർ 2 months, അല്ലെ? അല്ലെങ്കിൽ എന്റെ ചൈൽഡ്ഹുഡ് മുതൽ, സിൻസ് മൈ ചൈൽഡ്ഹുഡ്, നീ കോളേജിൽ നിന്ന് പോയത് മുതൽ, സിൻസ് യു ലെഫ്റ്റ് യുവർ കോളേജ്. ഓക്കെ, സെറ്റ് ആണോ? ഇനി ആൻസർ പറഞ്ഞൂടെ? മൈ മദർ ഡാഷ് ഇൻ ദിസ് ഹൗസ് ഫോർ 10 years. 4 ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ ടെൻസ് ആയിരിക്കില്ലേ സിൻസും ഫോറും? ഏതാ? മദർ ആണ്, സിംഗുലർ ആണ്, അല്ലെ? ഹാസ് ബീൻ ലിവിങ്, അല്ലെ? എന്റെ മദർ ഈ വീട്ടില് താമസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തോളമായി. ഇപ്പോഴും എന്റെ മദർ ഇവിടെ തന്നെയാ താമസിക്കുന്നതെന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പൊക്കൂടെ? ഞാനൊരു മിനിമം സ്പീഡിൽ പോകുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് അതിന്റെ കൂടെ വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാം. മാക്സിമം നോളജ്, അതാണ് നമ്മൾ ഈ ഒരു ചെറിയ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, ഹാസ് ബീൻ. അടുത്തത്, ദ പോയം ടെംപ്റ്റ്സ് ദ റീഡേഴ്സ് ടു പോണ്ടർ ഡാഷ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. പോണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യത്തിന്റെ മേലെ ഇങ്ങനെ ആലോചിക്കുക, ചിന്തയിൽ ആഴ്ന്നു പോവാന്നൊക്കെ പറയുന്ന പരിപാടിയാണ്. അപ്പൊ പോണ്ടറിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓവർ ആണ്. നേരത്തെ ഇന്ററസ്റ്റഡ് ഇൻ പഠിച്ചു, ഇപ്പം പോണ്ടർ ഓവർ പഠിച്ചു. പോണ്ടർ ഓവർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, നേച്ചറിന്റെ ബ്യൂട്ടിന്റെ മേലെ ചിന്താകുലനായി, അല്ലെ? അടുത്തത്, ഗീവ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ ഹു ലവ്സ് ബുക്സ്. ബുക്സ് ഇഷ്ടപ്പെടുന്ന ആളിന്റെ പേര് ബിബ്ലിയോഫൈൽ. ബുക്സ് ഇഷ്ടപ്പെടുന്ന ആളിന്റെ പേര് ബിബ്ലിയോഫൈൽ, അല്ലെ? ഒംനീഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം അറിയുന്ന ആള്, വൺ ഹു നോസ് എവ്രിതിങ്. പോളിഗ്ലോട്ട് എന്ന് പറഞ്ഞാലോ? ഒന്നിലധികം ഭാഷകൾ അറിയാവുന്ന ആളാണ്, അല്ലെ? ഒംനി പൊട്ടന്റ് എന്ന് പറഞ്ഞാലോ? വൺ ഹു ഈസ് ദ മോസ്റ്റ് പവർഫുൾ, പൊട്ടൻഷ്യൽ ആണ്, അല്ലെ? സെറ്റ് ആണോ? ഇനി നമുക്ക് കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നോക്കിയാലോ? ഒന്നാമത്തേത് ഇൻട്രോവേർട്ട് ആണ്, അല്ലെ? ഇൻട്രോവേർട്ട്. ആരാ ഇൻട്രോവേർട്ട്? ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാല് പുറത്തേക്ക് അധികം എക്സ്പ്രസ് ചെയ്യാത്ത, അയാളുടെ താല്പര്യങ്ങളും, കളറൊന്ന് ചേഞ്ച് ചെയ്യാം, അല്ലെ? അയാളുടെ താല്പര്യങ്ങളൊക്കെ അയാളിലേക്ക് മാത്രം ഒതുങ്ങിയ വ്യക്തി. പുറത്തേക്ക് ഫ്രീ ആയിട്ട് ഒരാളുടെ താല്പര്യങ്ങളും കാര്യങ്ങളും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ആളെ നമ്മൾ എക്സ്ട്രോവേർട്ട് എന്ന് വിളിക്കും. ഇൻട്രോവേർട്ട് എന്താ? വൺ ഹു ഡസ് നോട്ട് എക്സ്പ്രസ് ദംസെൽസ് ഫ്രീലി. ഓക്കെ, ഇനി അടുത്തത് ഈഗോയിസ്റ്റ് ആണ്. ഈഗോയിസ്റ്റ് അല്ലെങ്കിൽ ഈഗോട്ടിസ്റ്റ് രണ്ടും പറയൂ കേട്ടോ. അതായത് ഒരാളെ കുറിച്ച് മാത്രം കൺസേൺഡ് ആയിട്ടില്ല, അയാളെ കുറിച്ച് മാത്രമാണ് അയാളുടെ കൺസേൺ, ബാക്കിയുള്ളവർ എന്തായാലും അയാൾക്ക് കണക്കാണ്. ഓക്കെ, വൺ ഹു ടോക്സ് ടു മച്ച് അബൌട്ട് ദംസെൽസ്. പറയുക മാത്രമല്ല, അയാളെ മാത്രം കൺസേൺ ചെയ്യുക, ബാക്കിയുള്ളവരെ കുറിച്ച് ആകെ ലെസ് കൺസേണേ ഉണ്ടാവുള്ളൂ. അയാളെയാണ് നമ്മൾ ഈഗോട്ടിസ്റ്റ് അല്ലെങ്കിൽ ഈഗോയിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി സ്റ്റോയിക് ആണ്. സ്റ്റോയിക് എന്ന് പറഞ്ഞാൽ ഇൻഡിഫറന്റാ. ഈ ഇൻഡിഫറന്റും സ്റ്റോയിക്കും സിനോണിംസ് ആണ്. അതിന്റെ അർത്ഥം എന്താ? സ്റ്റോയിക് എന്ന് പറഞ്ഞാല് ഒരു ഇമോഷനും ഇല്ലാത്ത അവസ്ഥ, അല്ലെ? പെയിനും ഇല്ല, പ്ലഷറും ഇല്ല, നിർവികാരത, അതാണ് സ്റ്റോയിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. അപ്പൊ സ്റ്റോയിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിഫറന്റ് ടു പ്ലഷർ ഓർ പെയിൻ. വലിയ സന്തോഷവും ഇല്ല, വലിയ സങ്കടവും ഇല്ല, ഒരു നോർമൽ സ്റ്റേറ്റിൽ അങ്ങോട്ട് പോകും, നിർവികാരന്മാരാണ്. ഓക്കെ, സ്റ്റോയിക് ആണ്. ഓക്കെ, അടുത്തത് കോൺവാലസെന്റ് ആണ്. കോൺവാലസെന്റ് എന്ന് പറഞ്ഞ പേഴ്സൺ റിക്കവറിങ് ഫ്രം ഇൽനെസ്, ഒരു രോഗത്തിൽ നിന്ന് റിക്കവർ ആയി വരുന്ന ആളെ നമ്മൾ കോൺവാലസെന്റ് എന്ന് വിളിക്കുന്നു. അടുത്തത് ഫെയ്റ്റലിസ്റ്റ് ആണ്. വിധിയാണ് ഫെയ്റ്റ്, വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ് ഫെയ്റ്റലിസ്റ്റ്, അല്ലെ? വൺ ഹു ബിലീവ്സ് ഇൻ ഫെയ്റ്റ്. മിസാൻഡ്രോപ്പ് ആരാ? മിസാൻഡ്രോപ്പ് മാൻകൈൻഡ്, മനുഷ്യരാശിയെ വെറുക്കുന്ന ആളെ, ഹേറ്റർ ഓഫ് മാൻകൈൻഡ്. അങ്ങനെയാണെങ്കിൽ ഫിലാൻഡ്രോപ്പ് ആരാ? ലവർ ഓഫ് മാൻകൈൻഡ്, മനുഷ്യരാശിയെ സ്നേഹിക്കുന്ന ആള് ഫിലാൻഡ്രോപ്പ്. ഈ ഫിലാൻഡ്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാലും സെയിം സാധനമാണ്. ഫിലാൻഡ്രോപ്പും ത്രോപ്പിസ്റ്റും മിസാൻഡ്രോപ്പിസ്റ്റും ഒക്കെ പറയാറുണ്ട് നമ്മൾ. ഓക്കെ, ഇനി അടുത്ത നോക്ക്, ഹൈപ്പോകോൺഡ്രിയാക് എന്ന് പറഞ്ഞാൽ വൺ ഹു ഈസ് ഓവർ ആൻഷ്യസ് അബൌട്ട് ഹെൽത്ത്. ഹൈപ്പോകോൺഡ്രിയാക് ഹെൽത്തിനെ കുറിച്ച് ഓവറായിട്ട് ആൻഷ്യസ് ആയിട്ടുള്ള, അവരിങ്ങനെ അയ്യോ ഈ വെള്ളം കുടിച്ചാൽ എന്ത് സംഭവിക്കും, ഇതിലെ നടന്നാൽ കാലിൽ അത് പറ്റുമോ, അങ്ങനെ ഹെൽത്തിനെ കുറിച്ച് ഓവറായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈപ്പോകോൺഡ്രിയാക് എന്ന് വിളിക്കുന്നത്. ഇൻട്രോവേർട്ട്, ഈഗോയിസ്റ്റ് അല്ലെങ്കിൽ ഈഗോട്ടിസ്റ്റ്, സ്റ്റോയിക്, കോൺവാലസെന്റ്, ഫെയ്റ്റലിസ്റ്റ്, മിസാൻഡ്രോപ്പ്, ഫിലാൻഡ്രോപ്പ്, ഹൈപ്പോകോൺഡ്രിയാക്. അടുത്ത നോക്ക്, ഇനി കുറച്ച് ഗവൺമെന്റ് ആൻഡ് സിസ്റ്റംസ് നോക്കിയാലോ? അരിസ്റ്റോക്രസി. കഴിഞ്ഞ APO എക്സാമിന് നമ്മളോട് ബ്ലൂ ബ്ലഡ് എന്ന് പറയുന്ന ഒരു ഇഡിയം ചോദിച്ചില്ലേ? അരിസ്റ്റോക്രാറ്റ് ആയിരുന്നു ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് നോബിൾ ഒറിജിൻ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ബ്ലൂ ബ്ലഡ് എന്ന് വിളിക്കുന്നത്. നോബിൾ ഒറിജിൻ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ബ്ലൂ ബ്ലഡ് എന്ന് വിളിക്കുന്നത്. അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ബൈ നോബിൾസ് ആണ്.
അപ്പൊ അരിസ്റ്റോക്രസി എന്താ? ഗവൺമെന്റ് ബൈ നോബിൾസ്. ബ്യൂറോക്രസി ഗവൺമെന്റ് ബൈ ഒഫീഷ്യൽസ്. ഒഫീഷ്യൽസിന്റെ ഗവൺമെന്റിന് ബ്യൂറോക്രസി എന്ന് പറയും. ഓട്ടോക്രസി ഓട്ടോ ഓടിക്കുക ഒരാളല്ലേ, ഗവൺമെന്റ് ബൈ വൺ പേഴ്സൺ. ഓട്ടോക്രസി ഗവൺമെന്റ് ബൈ വൺ പേഴ്സൺ ആണ്. പ്ലൂട്ടോക്രസി ഗവൺമെന്റ് ബൈ വെൽത്തി. ഗവൺമെന്റ് ബൈ വെൽത്തി നല്ല പണവും പദവിയും ഒക്കെ ഉള്ള ആൾക്കാരല്ലേ, വെൽത്തി പീപ്പിൾ. പ്ലൂട്ടോക്രസി. ഒലിഗാർക്കി കുറച്ച് FU കുറച്ച് ആൾക്കാര്. ഗവൺമെന്റ് ബൈ FU ഒലിഗാർക്കി. ഓക്കെ, കുറച്ച് ആൾക്കാര് എന്താണ് ഒലിഗാർക്കി. ഞാൻ ജസ്റ്റ് കോഡ് പറഞ്ഞുതരാം, ക്രിഞ്ച് കോഡൊക്കെ ആയിരിക്കും എന്നാലും പറഞ്ഞുതരാം. നമ്മൾ കുറെ ആൾക്കാർ കൈകോർത്ത് നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു എന്തെങ്കിലും വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ടെങ്കിൽ കൈകോർത്ത് നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒലിച്ചൊന്നും പോകില്ലല്ലോ. കുറച്ച് ആൾക്കാരാണെങ്കിൽ ഒലിച്ചങ്ങോട്ട് പോകൂലേ? ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് FU ഒലിഗാർക്കി. FU ഒലിച്ചു പോകും അല്ലെ, ഒലിഗാർക്കി. FU ഒലിഗാർക്കി. സെറ്റാണോ? ഒഴുകിപ്പോവും. ദെൻ അടുത്ത നോക്ക്, സ്റ്റഡീസ് ആൻഡ് പ്രൊഫഷൻസ് ആണ്. ആന്ത്രപ്പോളജി എന്താ? അറിയാം, നരവംശാസ്ത്രം, സ്റ്റഡി ഓഫ് മാൻകൈൻഡ്. ഓർണിത്തോളജി, സ്റ്റഡി ഓഫ് ബേർഡ്സ്, പക്ഷി. ആർക്കിയോളജി ആൻഷ്യൻ തിങ്സ്, പുരാവസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് ആർക്കിയോളജി. കെനോസിയർ എന്ന് പറഞ്ഞാൽ ആരാ? എ ക്രിട്ടിക്കൽ ജഡ്ജ് ഓഫ് എനി ആർട്ട് അല്ലെങ്കിൽ ക്രാഫ്റ്റ്. ഏതെങ്കിലും ഒരു ആർട്ടിന്റെ, കലയുടെ അല്ലെങ്കിൽ ക്രാഫ്റ്റിന്റെ നിരൂപകനെയാണ്, ക്രിട്ടിക്കൽ ജഡ്ജിനെയാണ് അല്ലെങ്കിൽ വിദഗ്ധനെയാണ്, കലാനിരൂപകൻ അല്ലെങ്കിൽ വിദഗ്ധനാണ് കെനോസിയർ, ക്രിട്ടിക്കൽ ജഡ്ജ് ഓഫ് എനി ആർട്ട് ഓർ ക്രാഫ്റ്റ്. ഇനി വെറ്ററൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു കാര്യത്തില് ലോങ് എക്സ്പീരിയൻസ് ഉള്ള ആളെ, പേഴ്സൺ വിത്ത് ലോങ് എക്സ്പീരിയൻസ് ആണ് വെറ്ററൻ. എ പേഴ്സൺ വിത്ത് ലോങ് എക്സ്പീരിയൻസ്, വെറ്ററൻ. ഇനി ജനറൽ ആൻഡ് മിസലേനിയസ്, നമുക്ക് ജനറലി ചോദിക്കുന്ന PSC ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളെ. പെനേസിയ സർവ്വരോഗ സംഹാരി, റെമഡി ഫോർ ഓൾ ഡിസീസസ്. ഇനി എക്സ്റ്റംബറി, അങ്ങനെയാണെ പറയാ, എക്സ്റ്റംബോർ എന്നൊന്നും പറയരുത്, എക്സ്റ്റംബറി. ടെമ്പററി ആയിട്ടുള്ളതാണ് കണക്ട് ചെയ്തൂടെ, എക്സ്റ്റംബറി. സ്പീച്ച് ഗിവൺ വിത്തൗട്ട് പ്രിപ്പറേഷൻ, പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് കൊടുക്കുന്ന ഒരു സ്പീച്ചിനാണ് എക്സ്റ്റംബറി എന്ന് പറയുന്നത്. എക്സ്റ്റംബറി. ഇന്നെവിറ്റബിൾ, ഒഴിച്ചുകൂടാൻ സാധിക്കാത്തത്. സർട്ടൻ ടു ഹാപ്പൻ, എന്തായാലും നടക്കും, സർട്ടൻ ടു ഹാപ്പൻ. പോർട്ടബിൾ, സേഫ് ടു ഡ്രിങ്ക്, പാനയോഗ്യമായ. പോർട്ടബിൾ, സേഫ് ടു ഡ്രിങ്ക്, പാനയോഗ്യമായ. ആംബി ഡെക്സ്ട്രസ്, capable of using both hands, രണ്ട് കൈയും ഉപയോഗിക്കാൻ പറ്റുന്ന ആളെയാണ് എന്ത് വിളിക്കുന്നത്? ആംബി ഡെക്സ്ട്രസ് എന്ന് വിളിക്കുന്നത്. ഒബീച്ചറി, നോട്ടീസ് ഓഫ് ഡെത്തിന് ന്യൂസ് പേപ്പർ, അതായത് ചരമകോളം. ചരമകോളത്തിനാണ് എന്ത് പറയുന്നത്? ഒബീച്ചറി എന്ന് പറയുന്നത് അല്ലെ. ആംബി ഡെക്സ്ട്രസ് ഉണ്ടായിരുന്നു, രണ്ട് കൈകളും ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥ അല്ലെ, ആള്, അതിന്റെ കഴിവ്, അതിനാണ് ആംബി ഡെക്സ്ട്രസ് എന്ന് പറയുന്നത്. capable of using both hands. ഒബീച്ചറി ചരമകോളമാണ്. നോട്ടീസ് ഓഫ് ഡെത്തിന് ന്യൂസ് പേപ്പർ. ഇനി ട്രാൻസ്പാരന്റ് എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസ്പാരന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ് ഒക്കെ മേടിച്ചാൽ പറയില്ല ട്രാൻസ്പാരന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പുറത്ത് നോക്കി അപ്പുറത്ത് കാണും അല്ലെ. capable of being seen through ആണ്, അപ്പുറത്ത് കാണാം. അപ്പൊ ഒപ്പാക്ക് ആണ് അതിന്റെ ആന്റണിയും വരുന്നത് എന്ന് പറഞ്ഞാൽ നോട്ട് ഏബിൾ ടു ബി സീൻ ത്രൂ. നോട്ട് ട്രാൻസ്പാരന്റ്, ട്രാൻസ്പാരന്റ് അല്ലാത്തത് അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റാത്തത്. സോംനാംബുലിസ്റ്റ്, നിങ്ങൾ സോംനാംബുലിസ്റ്റ് ആണോ? എ പേഴ്സൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ്, ഉറക്കത്തില് നടക്കുന്ന ആള് സോംനാംബുലിസ്റ്റ്. ഉറക്കത്തിൽ സംസാരിക്കുന്ന ആൾ ആരായിരുന്നു? സോംനിലോക്കിസ്റ്റ് അല്ലെ, സോംനിലോക്കിസ്റ്റ്. ക്ലപ്റ്റോമാനിയ, നിങ്ങൾക്കുണ്ടോ ക്ലപ്റ്റോമാനിയ? നല്ല നല്ല വസ്തുക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഏർജ് ഉണ്ടോ അതെടുത്ത് പോക്കറ്റിൽ ഇട്ടാലോ എന്ന്? അപ്പൊ ക്ലപ്റ്റോമാനിയ എന്താ? ഇറസിസ്റ്റബിൾ ഏർജ് അല്ലെങ്കിൽ ടെൻഡൻസി, നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ടു സ്റ്റീൽ, മോഷ്ടിക്കാനുള്ള നമുക്ക് തന്നെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടെൻഡൻസിനെയാണ് ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നത്. സെറ്റ് ആണോ? ഓക്കെ, കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഓൾറെഡി ആർഗ്യുമെന്റ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വാക്യൂം പഠിച്ചോ, VACUUM, വാക്യൂം. വാട്ട് ഡസ് ദ ഫോറിൻ ഫ്രേസ് വിസ് അവിസ് മീൻ? വിസ് അവിസ് ഇൻ റിലേഷൻ ടു. വിസ് അവിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ റിലേഷൻ ടു. വിസ് അവിസ് ഇൻ റിലേഷൻ ടു. നോക്കിക്കോ, നേരത്തെ ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യമാണ് ഷീപ്പ് അല്ലെ. ഷീപ്പ് ഫ്ലോക്ക് പറയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഷീപ്പിന്റെ കൂട്ടത്തിന് ഫിഷിന് എന്താ പറയാ? ഫിഷ് എങ്ങനെയാ പോയത്? ഷോളും ഇട്ട് സ്കൂളിൽ പോയി. ഷോൾ ഇവിടെ ഇല്ല, എന്ത് കൊടുക്ക? സ്കൂൾ. ഓക്കെ, എക്സ്പാൻഡ്, RDX ഈ വർഷം ചോദിച്ച പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോമൺ ആയിട്ടുള്ള അബ്രിവിയേഷൻസ് അല്ലെ. RDX എന്താ? റോയൽ, സിനിമയുടെ പേരൊന്നും അല്ല, റോയൽ ഡിമോളിഷൻ എക്സ്പ്ലോസീവ് ആണ്. റോയൽ ഡിമോളിഷൻ എക്സ്പ്ലോസീവ്, RDX. ഐഡന്റിഫൈ ദ വേർഡ് വിത്ത് ദ കറക്റ്റ് സ്പെല്ലിംഗ്. മൂന്നാമത്തെ സ്പെല്ലിംഗ് ആണ് കൺസെൻസസ്, സമ്മതം.
കൺസെൻസസ്, സമ്മതം, കൺസെൻസസ്. സെറ്റ് ആണോ? Choose the correct form of the verb to complete the sentence. Neither the team nor the coach dash satisfied with the result. Neither nor ഉപയോഗിച്ച് നമ്മൾ രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റിനാ നമ്മൾ പ്രയോറിറ്റി കൊടുക്കണ്ടേ? ഏത് സബ്ജക്റ്റിനാ? ആദ്യത്തെ ആണോ രണ്ടാമത്തെ ആണോ? പറഞ്ഞേ. രണ്ടാമത്തെ അല്ലെ. നെയ്തർ നോർ ഉപയോഗിച്ച് നമ്മൾ രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. രണ്ടാമത്തെ സബ്ജക്ട് കോച്ച് അല്ലേ, ആദ്യത്തേത് ടീം അല്ലേ, കോച്ച്. കോച്ച് സിംഗുലർ അല്ലേ, അപ്പൊ സിംഗുലർ ആയിട്ട് നമ്മൾ വേർബ് കൊടുക്കണ്ടേ? നെയ്തർ നോർ, എയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ അല്ലെ. ഈ മൂന്ന് സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ വേർബിനെ കൊടുക്കുക. അപ്പൊ നോക്ക്, രണ്ടാമത്തെ സബ്ജക്ട് സിംഗുലർ അല്ലേ, ഈസ് കൊടുത്തൂടെ. നെയ്തർ നോർ, എയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ രണ്ടാമത്തെ സബ്ജക്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേർബിനെ കൊടുക്കുന്ന ആൾക്കാർ ആരൊക്കെയായിരുന്നു? ആലോചിച്ച് നോക്ക്. അത് നിങ്ങൾക്കുള്ള എക്സസൈസ് ആണ്. വിത്ത്, അലോങ് വിത്ത് അല്ലെ, ടുഗദർ വിത്ത് അല്ലെ. ബാക്കി നോട്ട് എടുത്ത് നോക്കണം, പഠിക്കണം. Convert the following sentence into passive voice. My mother prepared a delicious meal. Prepared V2 ആണ്, prepared V2 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റിനെ എങ്ങനെയാ നമ്മൾ പാസീവിലോട്ട് മാറ്റുന്നത്? സിമ്പിൾ പാസ്റ്റിനെ പാസീവിലോട്ട് മാറ്റുന്നത് അതായത് ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെർ പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ്. ഒബ്ജക്റ്റ് ഡെലീഷ്യസ് മീൽ അല്ലേ, സിംഗുലർ അല്ലേ, വാസ്. എ ഡെലീഷ്യസ് മീൽ വാസ്. ഇനി V3 ആണ് ഓൾറെഡി കൊടുത്തേക്കുന്നത് അല്ലെ. അപ്പം പ്രിപ്പയറിന്റെ V2 V3 ഒന്നല്ലേ. പ്രിപ്പയർഡ് ബൈ മൈ മദർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഫ്യൂച്ചർ നോക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അല്ലെ. ഫ്യൂച്ചർ നോക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കണം. ഇനി ഐഡന്റിഫൈ ദ ആന്റണിം ഫോർ ദ വേർഡ് ബെനവലന്റ്. ബെനവലന്റിന്റെ ആന്റണിം എന്താ? മെലവലന്റ് ആണ്. ബെനവലന്റ് എന്ന് പറഞ്ഞാൽ കൈൻഡ് അല്ലായിരുന്നു അല്ലെ. ബെനവലന്റ്, ജനറസ്, ബിനൈൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. മെലവലന്റ്. അടുത്ത നോക്ക്, നമ്മൾ ഓൾറെഡി RDX പഠിച്ച. ഇനി വേറെ ATM. ATM എന്താ? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ATM എന്താ? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. അപ്പൊ നോക്ക്, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫ്ലോയിങ് ഈസ് എ സിനോണിം ഫോർ വൊറേഷ്യസ് എന്ന് പറയുന്നതാണ്. അപ്പൊ വൊറേഷ്യസ് റീഡർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. വൊറേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീഡി എന്നാണ് അർത്ഥം. ഗ്രീഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തിയുള്ള. ഗ്രീഡ് എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിം എന്താ? അവാരിസ്. അത് PSC ചോദിക്കാറുണ്ടല്ലേ. ഗ്രീഡ്, അവാരിസ് ആണ് ഗ്രീഡിന്റെ സിനോണിം. അപ്പൊ നമ്മൾ ഓൾറെഡി ഇൻഡിഫറന്റ് പഠിച്ചാണ്. സ്റ്റോയിക് അല്ലെ, ഇമോഷൻലെസ് ആണെന്നൊക്കെ പഠിച്ചു. മോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹംബിൾ ആണ്, എളിമയുള്ള. റിലക്റ്റന്റ് എന്ന് പറഞ്ഞാൽ അൺവില്ലിംഗ് എന്നാണ് അർത്ഥം. അൺവില്ലിംഗ് അല്ലെങ്കിൽ ഹെസിറ്റന്റ് എന്നൊക്കെ നമ്മൾ വേർഡ് പഠിച്ചിട്ടുണ്ടാവും. ഇൻഡിഫറന്റ് സ്റ്റോയിക് ആണ്, മോഡസ്റ്റ് ഹംബിൾ ആണ്, റിലക്റ്റന്റ് എന്ന് പറഞ്ഞാൽ അൺവില്ലിംഗ് ആണ്, ഹെസിറ്റന്റ് ആണ്. അപ്പൊ നോക്ക്, ഇൻസാഷിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പോസിബിൾ ടു ബി സാറ്റിസ്ഫൈഡ്. എത്ര നമ്മൾ എന്തു ചെയ്താലും അതിൽ സാറ്റിസ്ഫൈഡ് ആവാത്ത ആളെയാണ് ഇൻസാഷിയബിൾ എന്ന് വിളിക്കുന്നത്. വൊറേഷ്യസ് എന്ന് പറഞ്ഞാൽ ഗ്രീഡി, ആർത്തിയുള്ള. ഇൻസാഷിയബിളും അത് തന്നെയല്ലേ, എത്ര കൊടുത്താലും സാറ്റിസ്ഫൈഡ് ആവൂലെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ വൊറേഷ്യസ് ആണ്, ഇൻസാഷിയബിൾ ആണ്. ഗ്രീഡി അതിന്റെ ഒരു സിനോണിം ആയിട്ട് പറഞ്ഞൂടെ. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് അതിനെ ഗ്ലറ്റനസ് എന്നൊക്കെ പറയാട്ടോ. ഗ്ലറ്റനസ്. ഗ്ലറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ? മൂക്കുമുട്ട തിന്നുന്ന ആൾ, എത്ര തിന്നാൻ കിട്ടിയാലും മതിയാവാത്ത ആളല്ലേ. അപ്പൊ ഗ്ലറ്റനസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീഡി അല്ലേ, ഇൻസാഷിയബിൾ അല്ലേ. അപ്പൊ ഒരു സിനോണിം കൂടെ പഠിച്ചു വെച്ചോ, വൊറേഷ്യസ്, ഇൻസാഷിയബിൾ, ഗ്ലറ്റനസ്. ഇനി ക്വെഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ദാഹമൊക്കെ ശമിപ്പിക്കുക. അൺക്വെഞ്ചബിൾ. എത്ര കുടിക്കാൻ കൊടുത്താലും ദാഹം മാറാത്ത ആൾ അൺക്വെഞ്ചബിൾ പേഴ്സൺ എന്ന് പറയാം. സെറ്റ് ആണോ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത്, which sentence is grammatically correct? She don't like pizza. She doesn't like pizza. Don't വരുവോ? She അല്ലേ, സിംഗുലർ അല്ലേ. She ആയതുകൊണ്ട് ഡസ് അല്ലേ വരുന്നത്. She not likes ഇല്ല അല്ലെ. ഒരു നെഗറ്റീവ് സെന്റൻസിൽ നമ്മൾ ഓക്സിലറിനെയും മെയിൻ വെർബിനെയും സ്പ്ലിറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പം ഈ ലൈക്കിനെയും ഓക്സിലറി ആയ ഡസിനെയും ഷീ ലൈക്സ് പിസ്സ അതിനെ നമ്മൾ നെഗറ്റീവ് ആക്കുകയാണ് അല്ലെ. ഡസിനെ പുറത്തെടുക്കുക. ആ ഡസിന്റെ കൂടെ നോട്ട് ചേർക്കേണ്ടത്. ഷീ ഡസിൻ ലൈക്ക് അല്ലെങ്കിൽ ഡസ് നോട്ട് ലൈക്ക് പിസ്സ. നോട്ട് ലൈക്സ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സെറ്റ് ആണോ? അപ്പൊ ഒരു നെഗറ്റീവ് സെന്റൻസിൽ നോട്ട് നമ്മൾ ചേർക്കുക ഓക്സിലറി വെർബിന്റെ കൂടെ. അപ്പൊ ഓക്സിലറിനെയും മെയിൻ വെർബിനെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഓക്സിലറി വെർബിന്റെ കൂടെ നമ്മൾ നോട്ട് ചേർക്കും. നോക്കടാ, നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞു ഒരു ഇഡിയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഇഡിയം?
ഓൾറെഡി ഞാൻ പറഞ്ഞു ബ്ലൂ ബ്ലഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, അരിസ്റ്റോക്രാറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഡിയംസും കൂടെ നോക്കിയിട്ട് നിർത്താം. അപ്പൊ ഇഡിയം ചോദിക്കാനുള്ള അല്ലെങ്കിൽ ഫ്രേസ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇഡിയംസും കൂടെ പഠിച്ചിട്ട് നിർത്താം. എ ഹോട്ട് പൊട്ടാറ്റോ speak of an issue which many people are talking about and which is usually disputed. അതായത് വൈഡ്ലി ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ഇഷ്യൂ, ആൾക്കാര് ആ ഇഷ്യൂന്റെ മേലെ കൂടുതലും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഹോട്ട് പൊട്ടറ്റോ എന്ന് പറയുന്നത് അല്ലെ. സ്പീക്ക് ഓഫ് ആൻ ഇഷ്യൂ വിച്ച് മെനി പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട്, കുറെ ആൾക്കാർ ഒന്നിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതൊരു ഹോട്ട് പൊട്ടറ്റോ ആണ്. ആൻഡ് വിച്ച് ഇസ് യൂഷ്വലി ഡിസ്പ്യൂട്ടഡ്, യൂഷ്വലി ആ കാര്യത്തിന്റെ മേലെ ഒരു അടിപിടി കച്ചറ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഹോട്ട് പൊട്ടറ്റോ. അതായത് നമ്മൾ ഇപ്പം വൈഡ്ലി ഡിബേറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ, ഹോട്ട് പൊട്ടറ്റോ. ഓക്കെ. എ പെന്നി ഫോർ യുവർ തോട്ട്സ്, അതായത് എ വേ ഓഫ് ആസ്കിംഗ് വാട്ട് സമൺ ഈസ് തിങ്കിങ്, നിങ്ങൾ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കാനുള്ള ഒരു രീതിയാണ് പെന്നി ഫോർ യുവർ തോട്ട്സ്, എന്താ നിങ്ങൾ ആലോചിക്കുന്നേ. ഓക്കെ. വേ ഓഫ് ആസ്കിംഗ് വാട്ട് സമൺ ഈസ് തിങ്കിങ്. ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്, പീപ്പിൾസ് ഇന്റൻഷൻസ് ക്യാൻ ബി ജഡ്ജ്ഡ് ബെറ്റർ ബൈ വാട്ട് ദേ ഡു ദാൻ വാട്ട് ദേ സേ. പറയുന്നതിനനുസരിച്ചല്ല നമ്മൾ ഒരാളെ വിലയിരുത്തേണ്ടത്. ആക്ഷൻസ് ആണ് വേർഡ്സിനെക്കാട്ടിയും ലൗഡർ ആയിട്ട് സംസാരിക്കുന്നത്. അതായത് ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, എനിക്ക് നിങ്ങളോടാ പറയാനുള്ളത്, ഞാൻ അത് പഠിക്കും, ഇത് പഠിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ പഠിച്ചു കാണിക്കുക, ജോലി നേടി കാണിക്കുക. അപ്പം യുവർ ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചറി ടു വേഴ്സൺ ആൻ അൺഫേവറബിൾ സിറ്റുവേഷൻ. ഇൻസൾട്ടിന്റെ മേലെ ഇഞ്ചറി ആയിരുന്നു അത് അല്ലെ. അപ്പം സോറി ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇഞ്ചറിയുടെ മേലെ ഒരു ഇൻസൾട്ട് ആയിരുന്നു അല്ലെ. ഓൾറെഡി ഇഞ്ചേർഡ് ആയ ഒരാളെ ഇൻസൾട്ടും കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പരിപാടി. അതായത് ഈവൻ വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെയും വേഴ്സൺ ആക്കുക. ഒന്നും കൂടെ ഒരു സിറ്റുവേഷനെ കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, വേഴ്സൺ ആക്കുക, അതിന്റെ ഇന്റൻസിറ്റി കൂട്ടുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചുറി. ഇഞ്ചുറിയിലേക്ക് ഇൻസൾട്ടും കൂടെ ആഡ് ചെയ്യുക. ഒരു സിറ്റുവേഷനെ, ഒരു അൺഫേവറബിൾ സിറ്റുവേഷനെ, മോശകരമായ ഒരു സിറ്റുവേഷനെ ഒന്നും കൂടെ മോശത്തിലേക്ക് കൊണ്ടുപോവുക. an arm and a leg, നമുക്കറിയാം വെരി എക്സ്പെൻസീവ് ഓർ കോസ്റ്റ്ലി, അല്ലെങ്കിൽ എ ലാർജ് എമൗണ്ട് ഓഫ് മണി അല്ലെ. കോസ്റ്റ്ലി ആയതിനെ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയതിനെയാണ് an arm and a leg. നമ്മൾ ഓർക്കുക, നമുക്കത് കിട്ടണമെങ്കിൽ ഒരു കൈയും കാലും പണയം വെക്കേണ്ടി വരും. ഓക്കെ. ഇനി അടുത്തത് അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് വില്ലിങ് ആവുക, വിതൗട്ട് എനി ഹെസിറ്റേഷൻ. നേരത്തെ ഞാൻ അൺവില്ലിങ്, റിലക്റ്റന്റിലൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു അൺവില്ലിങ്നെസ്സും കാണിക്കാതെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഇൻസ്റ്റന്റ്ലി പെട്ടെന്ന് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിനാണ് അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്, പെട്ടെന്ന്, വിതൗട്ട് എനി ഹെസിറ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ്ലി പെട്ടെന്ന്. ഓക്കെ. അടുത്തേ നോക്കൂ, എ ഡൈം എ ഡസൻ വെൻ സംതിങ് ഈസ് എക്സ്ട്രീംലി കോമൺ ആൻഡ് സിമ്പിൾ ടു ഗെറ്റ്. നമുക്കൊരു കാര്യം എല്ലായിടത്തും അവൈലബിൾ ആണെങ്കിൽ, കിട്ടാനും എളുപ്പമാണെങ്കിൽ അതിനെ നമുക്ക് എ ഡൈം എ ഡസൻ എന്ന് വിളിക്കാം. ഡസൻ കണക്കിനുള്ളത്, മറന്നുപോകരുത്. എ പീസ് ഓഫ് കേക്ക്, എ ടാസ്ക് ദാറ്റ് ഇസ് സിമ്പിൾ ടു കംപ്ലീറ്റ്. ഈസി ടാസ്കിനെയാണ് പീസ് ഓഫ് കേക്ക് അല്ലെങ്കിൽ കേക്ക് വാക്ക് എന്ന് പറയുന്ന ഒരു പ്രയോഗം കൂടെ ഉണ്ട്. എ പീസ് ഓഫ് കേക്ക് അല്ലെങ്കിൽ കേക്ക് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടാസ്ക് ദാറ്റ് ഇസ് സിമ്പിൾ ടു കംപ്ലീറ്റ്, ഈസിയാണ്. ഓൾ ഗ്രീക്ക് ടു മീ വെൻ സംതിങ് ഈസ് ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞാല് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത്. ഗ്രീക്ക് നമുക്കറിയോ? ഇല്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാവാത്ത കാര്യം പറയുമ്പോൾ നമുക്ക് പറയാം സോറി, ഓൾ ഗ്രീക്ക് ടു മീ. വെൻ സംതിങ് ഈസ് ഇൻകോംപ്രിഹെൻസിബിൾ ഡ്യൂ ടു കോംപ്ലക്സിറ്റി, ഇത് അതിന് കുറച്ച് കോംപ്ലക്സ് ആണ് കാര്യം, കോംപ്ലക്സിറ്റി ഉണ്ട്. സോ ഓൾ ഗ്രീക്ക് ടു മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമാണ്, അതിന്റെ കോംപ്ലക്സിറ്റി ഉണ്ട് അല്ലെ. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഇസ് വർത്ത് ടു ഇൻ ദ ബുഷ്. ബുഷിലിരിക്കുന്ന 2 പക്ഷികളെക്കാട്ടും വർത്തിയാണ് കയ്യിലുള്ള ഒന്ന്. ദ തിങ്സ് വി ഓൾറെഡി ഹാവ്, നമ്മളെ കയ്യിൽ നമ്മൾ പൊസസ് ചെയ്യുന്ന തിങ്സ് ആർ മോർ വാല്യുബിൾ ദാൻ ദ തിങ്സ് വി ഓൺലി ഹോപ്പ് ടു ഗെറ്റ്. നമ്മൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന കാര്യങ്ങളെക്കാളും, അതായത് നമുക്ക് ആർത്തി പാടില്ല, കയ്യിലുള്ളത് വെച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അത് കയ്യിലിരിക്കുന്ന സാധനത്തിന് ഒരു വില കൊടുക്കാതെ പുറത്തുള്ളത് സീക്ക് ചെയ്ത് പോവരുത് എന്നാണ് അതിന്റെ അർത്ഥം. ദ തിങ്സ് വി ഓൾറെഡി ഹാവ് ആർ മോർ വാല്യുബിൾ ദാൻ ദ തിങ്സ് വി ഓൺലി ഹോപ്പ് ടു ഗെറ്റ് ഇറ്റ്. ഇപ്പൊ കയ്യിലിരിക്കുന്നതിനെ വില മതിക്കുക. നമ്മളെ കയ്യിലുള്ള ബേർഡ് എന്ന് പറയുന്നത് ചുമ്മാ ആലങ്കാരികമായിട്ട് തന്നതാണ്. കയ്യിലിരിക്കുന്ന വസ്തുക്കളാണ് എപ്പോഴും നമ്മള് പുറത്ത് സീക്ക് ചെയ്തു പോകുന്ന സാധനങ്ങളെക്കാട്ടിയും വർത്തി. സെറ്റ് ആണോ? ഓക്കെ. എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്, വേഷം മാറി വന്ന ഒരു ബ്ലെസ്സിങ്, ഡിസ്ഗൈസ്ഡ് ആയി വന്ന ഒരു ബ്ലെസ്സിങ്. സംതിങ് ഗുഡ് ദാറ്റ് ഈസ് ഇൻ റെക്കഗ്നൈസ്ഡ് ബൈ ഫസ്റ്റ് ലുക്ക്. ആദ്യം വന്നപ്പോ നമുക്കത് നല്ലതാണെന്നൊന്നും മനസ്സിലായില്ല, പിന്നീടാണ്. ആദ്യം വന്നപ്പോ ഡിസ്ഗൈസ്ഡ് ആയി വന്നതാ, നമ്മൾ വിചാരിക്കും അയ്യോ മോശം എന്തെങ്കിലും വിചാരിക്കും അല്ലെ. അപ്പൊ
പിന്നീടാണ് നമുക്കത് എന്ത് മനസ്സിലാവുന്നത്, അതൊരു ബ്ലെസ്സിങ് ആയിരുന്നു, അനുഗ്രഹമായിരുന്നു. സെറ്റ് ആണോ? എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്, സംതിങ് ഗുഡ് ദാറ്റ് ഈസ് ഇൻ റെക്കഗ്നൈസ്ഡ് ബൈ ഫസ്റ്റ് ലുക്ക്. ആദ്യം നമുക്കത് മനസ്സിലായിട്ടില്ല നല്ലതാണെന്ന്, പിന്നീടാണ് നമുക്ക് കാലങ്ങൾ എടുത്താണ് നമ്മൾ അയ്യോ അതന്ന് വേഷം മാറി വന്ന ഒരു എന്തായിരുന്നു എന്ന് മനസ്സിലാവുന്നത്, ബ്ലെസ്സിങ് ആയിരുന്നു. മലയാളത്തില് നമ്മള് മൂത്തവർ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മതിർക്കും എന്നൊക്കെ പറയുന്ന ഒരു സാധനമല്ലേ, അത് പിന്നീടാണ് നമുക്കത് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നത് അല്ലെ. എ ബുൾ ഇൻ ചൈന ഷോപ്പ്, വൺ ഹൂ കോസസ് ഡാമേജ്. ചൈന ഷോപ്പിൽ ഒരു ബുള്ള് വന്നു കഴിഞ്ഞാൽ ആകെ ഇടിച്ചു പൊളിച്ച് നശിപ്പിക്കൂലേ, അപ്പൊ വൺ ഹൂ കോസസ് ഡാമേജ്. എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ, അതായത് പാസ്റ്റിൽ കഴിഞ്ഞു പോയ എന്തെങ്കിലും ഒരു ഇവന്റ് അതും ആലോചിച്ച് ഇപ്പോഴും ഇങ്ങനെ ദുഃഖപ്പെട്ട്, കഴിഞ്ഞ പരീക്ഷ പൊട്ടി, അയ്യോ പൊട്ടി പൊട്ടി, അടുത്തതിന് പഠിക്കാതെ അതും ആലോചിച്ച് ഇങ്ങനെ ദുഃഖപ്പെട്ടിരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ചിപ്പ് ഓൺ യുവർ ഷോൾഡർ, ബീങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ഒരു കാര്യം കഴിഞ്ഞാൽ വിട്ടോണം, അത് ഷോൾഡറിൽ എടുത്തു വെച്ചുകൊണ്ട് സങ്കടപ്പെട്ട് നടക്കരുത്. എ മാൻ ഓഫ് സ്ട്രോ, someone who has a weak character. A man of straw എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക് ക്യാരക്ടർ ഉള്ള ആളെയാണ് മാൻ ഓഫ് സ്ട്രോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും കാണുക, പഠിച്ചെടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ജയിച്ച് വിക്ടോറിയസ് ആയിട്ട് തിരിച്ചു വരട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും. എന്റെ പ്രാർത്ഥന അതുപോലെ തന്നെ എൻട്രിയുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വിജയിച്ചു വരൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.